ഹലോ മച്ചന്മാരേക്ക് എല്ലാവർക്കും നമസ്കാരം. പോലീസ് സേനകളിൽ നായകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. പ്രൊട്ടക്ഷൻ, റെസ്ക്യൂ, സെർച്ച്, അറ്റാക്ക്, സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തൽ എന്നിവയെല്ലാം ഈ ഡോഗുകളുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇൻ്റലിജൻ്റായ ഡോഗുകളെയാണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള 5 ഡോഗ് ബ്രീഡുകളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ നമ്പർ 5 ബെൽജിയൻ മലനോയ്സ് ആണ്. പോലീസ് ഡോഗ് എന്ന നിലയിൽ വളരെ അനുയോജ്യമായ ഡോഗാണിവ. ഇവയുടെ സ്വഭാവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ ചുറ്റുപാടുകളും വളരെ പെട്ടെന്ന് നിരീക്ഷിക്കുക എന്നതാണ്. കൂടാതെ വളരെ ആക്റ്റീവായ ഡോഗ് ബ്രീഡ് കൂടിയാണിവർ. ഇതൊക്കെ കൊണ്ട് തന്നെ കള്ളനെ പിന്തുടരുവാനും കീഴ്പ്പെടുത്താനുമുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഏത് തരം ഓപ്പറേഷൻ ആണെങ്കിലും കൃത്യതയോടുകൂടി വളരെ നല്ല രീതിയിൽ ചെയ്യുവാൻ ഇവയ്ക്ക് കഴിയും. ഈ ലിസ്റ്റിൽ നമ്പർ 4 ഡോബർമാൻ ആണ്. പോലീസ് ഡോഗ് എന്ന നിലയിൽ വളരെ പവർഫുള്ളായ പേടിപ്പെടുത്തുന്ന ഒരു ഡോഗാണിവ. അതുകൊണ്ട് തന്നെ ക്രിമിനലുകളെ പിടിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള നായകളെയാണ് ഉപയോഗിക്കുന്നത്. വെരി ഡേഞ്ചർ വെപ്പൺ എന്ന രീതിയിലാണ് പല പോലീസ് സേനകളും ഇവയെ ഉപയോഗിക്കുന്നത്. നമ്പർ 3 ജർമ്മൻ ഷെപ്പേർഡ്. ഫിസിക്കൽ സ്ട്രെങ്ത്തും വളരെ ഇൻ്റലിജൻറ്റുമായ ഒരു ഡോഗാണിവ. എനിമികളെ അറ്റാക്ക് ചെയ്യുവാനും സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിക്കുവാനുമാണ് ഇത്തരത്തിലുള്ള ഡോഗുകളെ ഉപയോഗിക്കുന്നത്. നമ്പർ 2 ഗോൾഡൻ റിട്രീവർ. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഡോഗ് ബ്രീഡാണ് ഗോൾഡൻ റിട്രീവർ. എല്ലാവരുമായി വളരെ നല്ല രീതിയിൽ തന്നെ ചങ്ങാത്തം കൂടുന്ന ഡോഗ്. എന്നാൽ വളരെ അപാര ബുദ്ധിശക്തിയുള്ള ഡോഗാണിവ. അതുകൊണ്ട് തന്നെയാണ് ഇവയെ പോലീസ് സേനകളിൽ ഉപയോഗിക്കുന്നതും. സ്ഫോടക വസ്തുക്കളും ലഹരി വസ്തുക്കളും എല്ലാം ഇവയ്ക്ക് മണത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. നമ്പർ 1 ലാബ്രഡോർ റിട്രീവർ. വളരെ പാവം പിടിച്ച ഒരു ഡോഗാണിവ. എന്നാൽ വളരെ ബുദ്ധിശക്തിയുമുണ്ട്. നല്ല ട്രെയിനിങ് ലഭിക്കുകയാണെങ്കിൽ പോലീസ് സേനകളിലെ പുലിയാക്കി വളർത്താൻ കഴിയുന്ന ഡോഗാണിവ. ഭൂകമ്പത്തിലും പ്രളയത്തിലും പെട്ട് കാണാതായവരെ കണ്ടുപിടിക്കാനെല്ലാം ഈ ഡോഗിന് കഴിവുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ഡോഗുകൾ പോലീസ് സേനകളിൽ നിന്ന് നിലവിലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പരിചിതമായ പോലീസ് ഡോഗുകളെ കുറിച്ചാണ്. എന്നാൽ അധികം പേർക്കും അറിയാത്ത കുറച്ച് പോലീസ് ഡോഗുകളുണ്ട്. അത്തരത്തിലുള്ള ഡോഗുകളെ കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.